الحمد لله وكفى وسلام على عباده المصطفى وعلى آله وصحبه الفائزين بهدى الله. أما بعد. ബഹുമാന ആദരവുകൾ അധ്യക്ഷൻ സമസ്തയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ഉസ്മാൻ സഖാഫി ഉസ്താദ് അവർക്കും മറ്റ് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാം കഴിഞ്ഞ 1.5 വർഷക്കാലം മുമ്പ് വളരെ ആശയോടെ ഖുർആൻ കോളേജ് എന്ന ഒരു പ്രൊജക്റ്റിൽ മനസ്സിൽ രൂപം കൊള്ളുകയും അത് സംഘടനാതലത്തിലുള്ള പല ആളുകളുമായി ആവശ്യം ചർച്ച ചെയ്ത് അൽഹംദുലില്ലാഹ് ആ ചിന്ത ഉടലെടുക്കുന്നുണ്ട്. ഈ സമയം വരെ പല ആളുകളുടെയും ധീരമായ പ്രവർത്തനം, ആ പ്രവർത്തനത്തിലൂടെ ആ ആവശ്യം ഖുർആൻ കോളേജ് സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുകയും ഇതാണ് 40ഓളം വരുന്ന വിദ്യാർത്ഥികൾ ദൈനംദിനം ആ കോളേജിൽ പഠനം നടത്തി വരികയും ചെയ്യുന്നു. ആ പദ്ധതി വളരെ വിപുലമാക്കുകയും സ്വന്തമായി ഒരു സ്ഥാപനം ഉണ്ടാവുകയും വിദേശികളായ കുട്ടികളെ പോലും ആ കോളേജിലേക്ക് നിന്ന് പഠിക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്യുക എന്ന വലിയ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അതിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഇത്ര വിപുലമായൊരു പരിപാടി നടത്താൻ ഉദ്ദേശിക്കുകയും അതിനായി മുന്നിട്ടിറങ്ങുകയും അതിന്റെ നടത്തിപ്പിലാണ് നാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അധികം മനസ്സിലാക്കാതെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് നടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന സമസ്തകളുടെ ജമീയത്തിലുള്ള ജില്ലാ ഉപാധ്യക്ഷൻ ഉസ്മാൻ സഖാഫി ഉസ്താദ് അവർക്ക് ഇസ്ലാമിക് സെന്ററിന്റെ സ്വാഗതം ആശംസിക്കുന്നു. ദുആ കൊണ്ട് ഈ യോഗത്തെ ധന്യമാക്കിയ ജമീയത്തുൽ ജില്ലാ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ മുഹമ്മദ് അൽ ഖാസിം ഉസ്താദ് അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മളെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സൂര്യൻ കൂടിയായ ബഹുമാന്യരായ നമ്മുടെ യോഗം ദ്വാരകൂടി ധന്യമാക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീഫല കേരളംകുളം ബാബു ഉസ്താദ് അവരുടെ ആദരവോടുകൂടി വേദിയെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗത്തിലെ തന്നെ മുഖ്യാതിഥിയായ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് AM ആയിഷ് MLA, അതുപോലെ യോഗത്തിൽ ആമുഖ പ്രഭാഷണം നടത്തുന്ന CK ഷമ്മാസ്താനി ഉസ്താദ് അവർ, നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രഭാഷണ കലയിലെ അതിവിസ്മയം ഹാഫിസ് അഹമ്മദ് അലി ബാബറി കാഞ്ഞാർ അവരുടെയും സ്വാഗതം എത്തിച്ചേർന്നിട്ടുണ്ട്. ഉസ്താദിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ബഹുമാന്യനായ എക്സ്റ്റൻഷന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ നവാസ് ഉസ്മാൻ അവർ, ഹാജി മുബാറക്, ഷാജി കോയ, കോയാമൻ, ഹാജി അബ്ദുൽ മജീദ് സാഹിബ്, ജനാബ് ഫൈസൽ ശംസുദ്ദീൻ, ജനാബ് അബ്ദുൽ കലാം, ഹസൻ സയ്യിദ്, അബ്ദുൽ ഹമീദ് മുസ്ലിയാർ, അഡ്വക്കേറ്റ് ഗുൽസാർ, AM സൈഫുദ്ദീൻ, ഇസ്മായിൽ ഹാജി, KA മഹറൂഫ്, ഇഖ്ബാൽ സാഗർ, സിദ്ദീഖ് കൊട്ടക്കാട്, KA താജുദ്ദീൻ, ഷുക്കൂർ സാഹിബ്, ENS നവാസ്, ബഹുമാനപ്പെട്ട യഹ്യ സാഹിബ്, MJ നവാസ് സാഹിബ്, നാസർ സാഹിബ്, എല്ലാവരും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى سائر الأنبياء والمرسلين وآل كل من صحابته أجمعين أما بعد. വേദിയിലിരിക്കുന്ന ബഹുമാനമുള്ള ഉസ്താദുമാരെ, മറ്റ് മഹല്ല് നേതാക്കളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥിനികൾ, അല്ലാഹു അവന്റെ മഹമായ പദവി കൊണ്ട് നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ മഹത്വങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടിമാറാവട്ടെ. നമ്മുടെ എന്തൊരു ഉദ്ദേശത്തിനാണോ ഇവിടെ സംഘടിപ്പിച്ചതെങ്കിൽ അത് അല്ലാഹു വൻ വിജയമാക്കി തീർക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തീരുമാറാവട്ടെ. ഞാൻ അധ്യക്ഷ പ്രസംഗമൊന്നും നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞു. നിരവധി പ്രസംഗികൾ ഇവിടെ സ്റ്റേജിലുണ്ട്. അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്നു. നമ്മൾക്കേവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഖുർആൻ കൊണ്ടുവരുന്നത്. എന്നാൽ അതിന് അർത്ഥത്തിൽ അത് സാധിക്കുമെന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതും വലിയ കുളത്തിലുള്ള മുഴുവൻ നിവാസികൾക്കും നടക്കാനാവാത്ത ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സ്മരണയോടുകൂടി തുടങ്ങി എന്നത് അത് വലിയ കുളത്തുള്ളവർക്ക് വളരെ അഭിമാനകരമാണ്. അല്ലാഹു തആല അവന്റെ മഹത്വം കൊണ്ടുകൂടി നമുക്ക് നല്ലൊരു സ്ഥാപനം അതിന് വലിയ ഒരു രീതിയിൽ നിരവധി ആത്മീയങ്ങളെ പൂർത്തീകരിച്ച് വിടാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. അതിനോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്താനുള്ളത്. ഒന്ന്, സമസ്ത കേരള ജനകീയതയുടെ 90-ാം വാർഷികം 2016 ഫെബ്രുവരിയിൽ നടത്താൻ തീരുമാനിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കും. അത് നമ്മുടെ ഈ കൊച്ചു ജില്ലയായ ആലപ്പുഴയിലാണ് നടത്തുന്നത് പറയുമ്പോൾ നമുക്ക് എന്തില്ലാത്തൊരു അനുഭൂതി അതിലുണ്ട്. ഏതായാലും അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അതിന്റെ ഒരു സ്വാഗത സംഘം ഇൻഷാ അല്ലാഹ് നമ്മുടെ ജില്ലയുടെ സ്വാഗത സംഘം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഇസ്ലാമിക് സെന്റർ പറഞ്ഞ വഴിയിൽ വെച്ച് രൂപീകൃതമാകും. അതിന് നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ സമസ്ത കേരള ജില്ലയുടെ അനിശ്ചയത്തിനായ ജനറൽ സെക്രട്ടറി ശൈഖുന സൈനുൽ ഉലമ സൈനുദ്ദീൻ ഉസ്താദ് അവരുകളാണ്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മഹാനുഭാവന്റെ ആ സ്വാഗത സംഘത്തിൽ രൂപീകരണ സ്ഥലത്ത് ക്ഷണിക്കാൻ വിട്ടുപോയ എല്ലാ ആളുകളും എത്തണമെന്ന് ഇത് ക്ഷണമായി സ്വീകരിക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തുന്നു. ആർക്കെങ്കിലും കത്ത് കിട്ടാതെ പരാതികളുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. രണ്ടാമത്, ആ സമ്മേളനം വൻ വിജയമാക്കുവാൻ മനസ്സാവാച കർമ്മണ നമ്മൾ മുന്നിലേക്ക് പ്രവർത്തിക്കണം. അതേ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി ബാക്കിയുള്ള പ്രസംഗത്തിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശങ്ങളും ഗുണങ്ങളും കാര്യങ്ങളെല്ലാം അല്ലാഹു ഭംഗിയാക്കി പെരുമാറാവട്ടെ. വരാൻ പോണ ദിവസങ്ങളിൽ അഥവാ നാളെ നമ്മൾ ഉസ്താദിന്റെ മധ്യാഹ്നമാണ്, ഇന്ന് ബാപ്പു ഉസ്താദിന്റെ വഴിയുണ്ടാകും. അതിലെല്ലാം എല്ലാവരും സഹകരിക്കണം. ആ ഉസ്താദിനെ കൊണ്ട് വാർത്തപ്പെടുത്താൻ വേണ്ടി എല്ലാവർക്കും ഒരു അവസരം നമ്മൾ നൽകുന്നുണ്ട് മുസാഫത്ത് ചെയ്യാൻ വേണ്ടി. പക്ഷെ അതിലെല്ലാം ആ മുസാഫത്ത് ചെയ്ത് ബറക്കത്ത് സിദ്ധിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകിയാൽ അത് വലിയ ഒരു ഗുണമാണ്. അതിലെല്ലാം അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത്, നമ്മുടെ ഈ വേദിയിൽ ആമുഖ പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് വൈച്ചേരി സെൻട്രൽ സുമാ മസ്ജിദിലെ ചീഫ് ഇമാം ഷമ്മാസ് സാഹിബിയെ ആദരവോടെ ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. الحمد لله أنزل القرآن بلسان عربي مبين وبعث رسوله محمدا صلى الله عليه وسلم في الأميين والصلاة والسلام على نبيه الصادق الأمين وعلى آله وصحبه أجمعين وعلى من اتبعوهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله. صدق الله مولانا العلي العظيم. قال سيدنا ونبينا وحبيبنا ومصطفانا وجد الحسن والحسين محمد رسول الله صلى الله عليه وسلم. كل بني آدم خطاء وخير الخطائين التوابون. ولا تطع الهوى فالنفس واعمل ولا تطع الهوى والنفس واعمل من الخيرات قبل الاستطاعة. أحب الصالحين ولست منهم لعلي أن أنال بهم شفاعة. وأكره من تجارته المعاصي ولو كنت. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ജ്ഞാനനഗരിയിൽ നിങ്ങളോടുകൂടി ഒരുമിച്ചു നിൽക്കുവാൻ സാധ്യമായതിൽ ജഗന്യന്താവായ സർവശക്തനെ ഓർത്തുകൊണ്ടും അവന്റെ മുമ്പിൽ സകല സങ്കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പവിത്രമായ ഒരു സദസ്സ്, എന്തുകൊണ്ടും ധന്യമായ സദസ്സ്, ഉലമാക്കളുടെ സാന്നിധ്യം ഒരു ഭാഗത്ത്, ജനതയുടെ പിന്തുണ മറുഭാഗത്ത്. ഈ സ്റ്റേജിൽ അണിനിരക്കുന്ന ബഹുമാനികളായ ഉസ്താദുമാരെ, മഹൽ വ്യക്തിത്വങ്ങളെ, പ്രാസ്ഥാനിക നേതൃത്വ സ്ഥാനത്ത് നിലകൊള്ളുന്ന മഹാരഥന്മാരായ വ്യക്തിത്വങ്ങളെ, എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വളരെ
ചിന്തോദ്ദീപകമായ നിങ്ങളുടെ മുന്നിൽ വിശിഷ്യ വടക്കെന്ന് കേൾക്കും തെക്കെന്ന് കേൾക്കുമ്പോഴേക്ക് ഭൗതികതയുടെ എല്ലാ തലങ്ങളിലേക്കും തന്റെ വിദ്യാർത്ഥിയെ തന്റെ മക്കളെ കൊണ്ടുപോകുന്ന ജ്ഞാനഭരതയുടെ യഥാർത്ഥമായ മേഖലകളിലേക്ക് അതാവശ്യമാണെന്ന ചിന്തയോടുകൂടി നിലകൊള്ളുന്ന അത് വർദ്ധിക്കുന്ന വിദ്യാസമ്പന്നരായ രക്ഷിതാക്കളുടെ മുന്നിൽ ഇത് കേവലം ഒരു സദസ്സല്ല, ഇത് അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ സ്ഥാപിതമായ തന്നെയാണെന്ന് തീർച്ചയായും പറയാൻ സാധിക്കുന്ന സദസ്സം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാർ, ആരുടെ പേരിലാണോ ഈ ഒരു നഗരി അസീസ് മുസ്ലിയാരുടെ ആഖിറ ജീവിതം ഇതിന്റെ ഹഖ്ജാഹ് ബറകത്ത് കൊണ്ട് ധന്യമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. കേരളം കണ്ട പ്രോത്സര പ്രഭാഷകനായ അഹ്മദ് കബീർ ബാക്കവി ഉസ്താദ് അതേപ്രകാരം സൂഫി പദത്തിന്റെ ജാജല്യമാനമായ മേഖലകളിലേക്ക് മാനവ സമുദായത്തിന്റെ ഹൃദയങ്ങളെ കൊണ്ടുപോകുന്ന ഈ വേദിയിലേക്ക് എത്താനുണ്ട്. അവരെത്തുന്നത് വരെ അല്പം സംസാരിക്കുക എന്നതാണ് ഈ വിനീതന്റെ കർത്തവ്യം. പരലോകം മറക്കുന്നുവോ എന്നതാണ് ഇന്ന് ഇവിടെ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം. ആ ഒരു ചർച്ചയുടെ ആമുഖമെന്നോണം പൂർവികരായ മഹത്തുക്കൾ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് വലിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പഠനങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് തന്നെ പരലോകം സത്യപുത്രനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ടെക്നോളജിയുടെ അതിപ്രസരണം കൊണ്ട് ലോകത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ബീഭത്സമായ മുറികേടുകളുടെ മധ്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ സത്യസാക്ഷ്യവചനത്തിന്റെ മധ്യത്തിൽ ജീവിക്കേണ്ട മുസൽമാൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന് കേരളത്തിന്റെ സമകാലിക വാർത്താ മാധ്യമ കരിമഷിയോടുന്ന മനുഷ്യൻ മുന്നോട്ട് കുതിക്കുമ്പോ ഒന്ന് നിന്ന് പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, നടന്നു വന്ന വഴിയെ മറന്നില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ, മാതാവിന്റെ കോന്തല തുമ്പിലാണ് സംസ്കാരം നിലകൊള്ളുന്നത് എന്നത് ഓർമ്മപ്പെടുത്താൻ ഈ കാലഘട്ടത്തിൽ സംസ്കാരങ്ങൾ തകരുന്ന ഈ കാലഘട്ടത്തിൽ അത്യാവശ്യം ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ ഏതാണ്? മനുഷ്യന്റെ ഹൃദയത്തിന് ജ്വലനമില്ലാതെയായി മാറി. ഈ ജ്വലനമില്ലാത്ത മനുഷ്യന്റെ മനസ്സിലേക്ക് നന്മയുടെ അമൃതധനങ്ങളെ വിതറുക, അതുവഴി അല്ലാഹുവിൽ നിന്നുള്ള അളവറ്റ പ്രതിഫലത്തെ ആർജിക്കുക. അതാണ് നമ്മൾ ഈ സദസ്സ് കൊണ്ട് ധന്യമാക്കേണ്ടത്. കേവലം വന്നിരിക്കുകയും കേൾക്കുകയും പോകുകയും ചെയ്യുന്നതിന് പുറത്ത് കേൾക്കുന്ന കാര്യങ്ങളെ കർമ്മപദത്തിൽ കൊണ്ടുവരുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് 5 കൊണ്ട് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു. അതിൽ ഒന്നാമതായി പറഞ്ഞത് നഫ്സുൽ അമ്മാറ എന്നാണ്. നഫ്സുൽ അമ്മാറ, മനുഷ്യന്റെ പൈശാചിക ബോധം, ഏറ്റവും മോശമായ ബോധം ഈ നഫ്സുൽ അമ്മാറയിലാണ് അടങ്ങിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ രേഖപ്പെടുത്തുന്നതും അത് തന്നെയാണ്. പക്ഷേ പശ്ചാത്തപിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രഹീതമായ കലാമിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, അവർ നെറികേട് കാണിക്കുക, അല്ലെങ്കിൽ അവരുടെ ശരീരത്താൽ തന്നെ അക്രമം പ്രവർത്തിക്കുക, ഇങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗം, അങ്ങനെ ഒരു വിഭാഗം ചെയ്താൽ എന്നിട്ടോ അല്ലാഹുവിനെ അവർ ഓർക്കുകയും
അവർ ചെയ്ത തെറ്റിന് അല്ലാഹുവിന്റെ മുമ്പിൽ അവർ ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് ആരാണ് ദോഷം കൊടുക്കുന്നവനായിട്ട് അല്ലാഹു അല്ലാതെ കണ്ടുമുട്ടുക, ആരാണ് ദോഷങ്ങളെ പൊറുക്കുന്നവൻ അല്ലാഹു അല്ലാതെ. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു, അതല്ലെങ്കിൽ അവൻ സ്വന്തത്തോട് തന്നെ ക്രമം കാണിച്ചു, എന്നിട്ടവൻ ശേഷം പടച്ചവനെ ഞാൻ ചെയ്ത പാതകത്തിന് നീ എനിക്ക് മാപ്പ് തരണമേ എന്ന് അല്ലാഹുവിനെ പറഞ്ഞ് പറയുകയും അവന്റെ മുന്നിൽ ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ അല്ലാഹുവാണ് പാപങ്ങളെ പൊറുക്കാൻ ഏറ്റവും ഉത്തമൻ അവൻ മാത്രമേ ഉള്ളൂ. അല്ലാഹു അല്ലാതെ വേറൊരാളില്ല. അതാണ് അല്ലാഹു ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. തെറ്റ് ചെയ്ത മനുഷ്യ, നീ അല്ലാഹുവിനെ ഓർക്കണം, ഓർത്തുകൊണ്ടവന്റെ മുന്നിൽ പാപമോചനം തേടണം. അങ്ങനെ പാപമോചനം തേടിയാലോ അല്ലാഹുവിന്റെ ദോഷങ്ങൾ പുറത്തു വരുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതകരമായ സൂക്തത്തിലൂടെ അല്ലാഹു മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. കുല്ലു ബനീ ആദമ ഖത്താ, എല്ലാ ആദമിന്റെ മക്കളും മർത്യപുത്രരും. ആദമെന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? കളിമണ്ണ് എന്നാണ്. അതിനൊരു ബന്ധമുണ്ട്, അതിനൊരു തൗബ ചെയ്യുന്ന ആളുകളാണ്, മനുഷ്യനാണ്. തെറ്റ് ചെയ്തു പോകും, സ്വാഭാവികമാണ്. അങ്ങനെ തെറ്റ് ചെയ്താൽ അല്ലാഹുവിന്റെ മുന്നിൽ ചെന്നവൻ പാപമോചനം തേടിയാൽ നടത്തുന്നുവെങ്കിൽ അവനാണ് ഉത്തമൻ എന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ولا تطع الهوى والنفس واعمل من الخيرات قدر الاستطاعة. أحب الصالحين ولست منهم لعلي أن أنال بهم شفاعة. وأكره من تجارته المعاصي ولو كنا سواء في البضاعة. സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ദീവാനു ശാഫിഈയുടെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ലോകോത്തര പ്രസിദ്ധമായ ദീവാനു ശാഫിഈ ഇമാമിന്റെ കവിതകളുടെ സമാഹാരം പോയട്രി. ആ പോയട്രിയിലെ 2 വരികളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചൊല്ലിക്കേൾപ്പിച്ചത്. വലാ തുതിഇൽ ഹവാ വന്നഫ്സ വഅമൽ. ഓ മനുഷ്യ, നീ നിന്റെ ദേഹേച്ഛയോട് വഴിപ്പെടല്ലേ, നീ നിന്റെ ശരീരത്തിന്റെ ഇച്ഛയോട് വഴിപ്പെടല്ലേ, നിന്റെ ശരീരത്തോടും ദേഹത്തോടും വഴിപ്പെടല്ലേ. മനുഷ്യന് അതേ വഴിപ്പെടുന്നുള്ളൂ അല്ലേ? സ്വാഭാവികമാണ്. ശരീരത്തെ തേച്ച് കുളിപ്പിച്ച് അലങ്കരിച്ച് നടത്താൻ സമയമുണ്ട്. പക്ഷേ ആത്മാവിനെ അലങ്കരിച്ച് നടത്താൻ അവൻ സമയമില്ലാതെ പോയി. വലാ തുതിഇൽ ഹവാ വന്നഫ്സ വഅമൽ. ദേഹത്തെ നീ വഴിപ്പെടരുത്, ശരീരത്തെ നീ വഴിപ്പെടല്ലേ. വഅമൽ മിനൽ ഖൈറാത്തി ഖദ്റൽ ഇസ്തിത്വാഅ. കഴിവിന്റെ പരമാവധി നന്മ ചെയ്യണേ, കഴിവിന്റെ പരമാവധി നന്മ ചെയ്യണേ. ഞാൻ സ്വാലിഹുകളായ ആളുകളെ ഇഷ്ടപ്പെടുകയാണ്. പക്ഷേ ഞാനവരിൽ പെട്ടവനല്ലെങ്കിലും ശരി, ഞാൻ അവരിൽ പെട്ടവനല്ലെങ്കിലും ശരി, സ്വാലിഹീങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. വലിയ വലിയ സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്തിട്ടൊന്നും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ കുറിച്ച് ഞാൻ എത്തിപ്പെട്ടിട്ടില്ലായിരിക്കാം. പക്ഷെ എങ്കിലും സ്വാലിഹീങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടെന്നാൽ
അവരുടെ ശഫാഅത്തിനെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കൂട്ടുകൂടുമ്പോൾ കൂട്ടുകൂടണം, സ്വാലഹീങ്ങളോട് കൂട്ടുകൂടണം. അങ്ങനെ കൂട്ടുകൂടിയാലോ അവരുടെ ശഫാഅത്തിൽ നമുക്കും ഒരു പങ്ക് ലഭിക്കും. തെറ്റിന്റെ വ്യാപാരിയെ ഞാൻ വെറുക്കുകയാണ്, പരപോഷണത്തിന്റെ വ്യവസായിയെ ഞാൻ വെറുക്കുകയാണ്. തിന്മയുടെ ഉപാസകനാവേണ്ട മനുഷ്യനാണോ, അതിന്റെ വിഭാഗകനാവേണ്ട മനുഷ്യനാണോ? തിന്മകളെ മനുഷ്യന്റെ മുന്നിൽ അടിക്കടി ഉയർന്നു വരുമ്പോൾ ഏത് സംസ്കാരത്തിന്റെ തലങ്ങളിലേക്കാണ് അവന്റെ ജീവിതത്തിന്റെ പ്രവർത്തനത്തിന്റെ മാനദണ്ഡത്തിന് വേണ്ടി ഉറ്റുനോക്കുന്നത്? തിന്മകൾ കാണുമ്പോൾ അതിന്റെ പോകുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ഇതെന്റെ വഴിയേയല്ല, എന്റെ വഴി അല്ലാഹുവിന്റെ കലാമാണ്. നൽകട്ടെ. തെറ്റിന്റെ വ്യാപാരിയുമായി കൂട്ടുകൂടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അവനെ ഞാൻ വെറുക്കുകയാണ്. പ്രൊഡക്റ്റ് ഞങ്ങളൊന്നാണ്, ഉൽപ്പന്നം ഞങ്ങളൊന്നാണ്. അദ്ദേഹവും മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം തെറ്റിന്റെ കൂട്ടുകാരനാണ്, അധർമ്മത്തിന്റെ കാവലാളാണ്, ഞാൻ സ്വാലിഹകളുടെ കാവലാളാണ്. ഞങ്ങളുടെ ശരീരം ഒന്നാണ്, ഞങ്ങൾ ആദമിന്റെ മക്കളാണ്, ഞങ്ങൾ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്റെ ശരീരത്തിലെ രക്തത്തിന്റെ നിറവും അവന്റെ നിറവും ഒന്ന് തന്നെയാണ്. പക്ഷേ അവൻ തെറ്റിന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ അവനുമായി സഹവസിക്കാൻ ഇഷ്ടപ്പെടുന്നേയില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുക, മനുഷ്യ നീ ദേഹത്തോട് വഴിപ്പെടല്ലേ, ദേഹത്തോടും വഴിപ്പെടല്ലേ, കഴിവിന്റെ പരമാവധി ഹൈർ ചെയ്യുക, സ്വാലിഹകളായ ആളുകളോട് കൂട്ടുകൂടുക, സ്വാലിഹകളായ ആളുകളോട് കൂട്ടുകൂടുക. അവരുടെ ശഫാഅത്ത് ലഭിക്കാൻ ആയാലും ശരി തെറ്റിന്റെ ആളോട് കൂട്ടുകൂടല്ലേ എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് മനുഷ്യൻ സംസ്കാരത്തെ മനസ്സിലാക്കേണ്ടത്. അല്ലേ, ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ആ പഴം കഴിക്കുന്ന സന്ദർഭത്തിൽ പഴം കഴിക്കുന്ന അവിടെ എന്താ അവർക്ക് വെളിവാവുന്ന സംസാരം കാരണം പഴം കഴിച്ചപ്പോൾ അവർക്ക് വെളിവായി എന്നാ പറഞ്ഞത്. ഇത് ഏത് ലജ്ജയെക്കുറിച്ചാണ് പറയുന്നത്? അവിടെയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവരെ വന്നേ വിമർശിച്ചതും അവരുടെ മനസ്സിന്റെ ഗതിമാറ്റിയതും. ശൈത്താൻ രണ്ടുപേർക്കും എന്ന് ഇബ്ലീസ് പറയുമ്പോ പറഞ്ഞു കേൾപ്പിക്കുമ്പോ ആദ്യത്തെ പരസ്യ കമ്പനി ഇബ്ലീസാണ്. അഡ്വർടൈസ്മെന്റ് കമ്പനി അല്ലെ ഇബ്ലീസ് അല്ലേ? ഇന്ന് പരസ്യവാചകങ്ങളെ ഉള്ളത് മനുഷ്യനെ പ്രവർത്തിക്കാൻ വേണ്ടി. പക്ഷേ ആദ്യത്തെ പരസ്യ കമ്പനി ആരാ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇല്ലാത്ത പൊലിമ വെച്ച് മനുഷ്യന്റെ മുന്നിൽ വലിയ വലിയ അർത്ഥഗർഭമായ വാക്കുകൾ പറയുമ്പോ ഒന്നുമില്ല. എത്ര പ്രൊഡക്ഷൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഞാനേക്കും കിടക്കുന്നില്ല. അതൊക്കെ സംസാരിച്ചത് പക്ഷേ ഭൗതിക വിഷയമായിരിക്കും. ഇപ്പൊ മനുഷ്യനെങ്ങനെ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്കുള്ള പരസ്യവാചകങ്ങൾ കാര്യം ഓക്കെയായി. മനുഷ്യനെ പറ്റിക്കുന്ന കമ്പോള സംസ്കാരങ്ങൾ വേണ്ടിയുള്ള തോട്ടമാണ്
മനുഷ്യൻ നടത്തുന്നത്. അവിടെ ആദം നബി പറഞ്ഞത് എന്താ? മനസ്സേ, ഇത് നിങ്ങൾ കഴിച്ചാൽ, ഈ മരത്തോട് നിങ്ങൾ അടുത്താൽ, ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ കുടിച്ചാൽ നിങ്ങളെ മലക്കുകളാവുന്നതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ തന്നെ കഴിഞ്ഞുകൂടാമെന്ന് പറഞ്ഞു പറ്റിക്കുമ്പോ ആ പഴം കഴിച്ച കാരണം കൊണ്ട് പിന്നെന്ത് വേണ്ടി വന്നു? ആവശ്യം നിർവഹണം നടത്തണം. പഠിച്ചോനതല്ലേ പറഞ്ഞത്? ആ മരത്തോട് മാത്രം മടുക്കല്ലേ, ഈ സ്വർഗത്തിലെ എല്ലാ സുഖങ്ങളും നിങ്ങൾക്കുള്ളതാണ്, അതിനോട് മാത്രം മടുക്കല്ലേ. പക്ഷെ ഇബ്ലീസ് പറ്റിച്ചു. ഇബ്ലീസ് പറ്റിച്ചപ്പോഴോ ഭക്ഷണം കഴിച്ചു പോയി. അല്ലെ, നമ്മുടെ ആണുങ്ങളുടെ തൊണ്ടയിൽ ഒരു മുഴയുണ്ട്. വേൾഡ് കിസ് ബാങ്ക് ഹിസ്റ്ററി ഇതിന് പറയുന്ന പേരെന്താ അറിയോ? ആദംസ് ആപ്പിൾ എന്നാണ്. ആദമിന്റെ ആപ്പിൾ. അന്ന് പഴം കഴിച്ചപ്പോൾ ആപ്പിളാണ് എന്താ പറയുന്നത്? ആദംസ് ആപ്പിൾ എവിടെ സ്ഥിതി ചെയ്യുമ്പോഴേ ലണ്ടനിലാണ്, ശ്രീലങ്കയിലാണെന്ന് പറയാൻ പോകണ്ട. ഇതിനെ കുറിച്ചാണ് ആദംസ് ആപ്പിൾ എന്ന് പറയുന്നത്. അത് കഴിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടായി? പിന്നെ വിസർജിക്കേണ്ടി വരും. പക്ഷേ സ്വർഗത്തിൽ വിസർജനത്തിന് സൗകര്യമില്ല. സ്വർഗത്തിലങ്ങ് തിന്മയുടെ അതല്ലെങ്കിൽ ദുർഗന്ധത്തിന്റെ പുതിയ പുതിയ ഒരു മാനദണ്ഡവുമില്ല. ഇവിടെ പുതിയ മാനദണ്ഡമുണ്ട്. എന്താ? ടോയ്ലറ്റുകളുടെ ഡെവലപ്മെന്റ്. പക്ഷെ അവിടെ ഇല്ല. അവിടെ നിന്ന് എന്താവശ്യത്തിന് ഭൂമിക്ക് വന്നു അത് കഴിച്ചപ്പോ പിന്നെ ആവശ്യം നിർവഹണം നടത്തണം. അതിന് ഭൂമിയിലേക്ക് എത്തേണ്ടി വന്നു. ദുനിയാവിലെ ടോയ്ലറ്റ് എന്നാണ് മനസ്സിലാവുന്നത്. തിരിച്ചു പോകണമെങ്കിൽ ടോയ്ലറ്റിൽ എത്ര കാലം ഇരിക്കും മനുഷ്യന്? തിരിച്ചു പോണ്ടേ? നൽകട്ടെ. തറവാട്ടിലേക്ക് എത്തണം. തറവാട്ടിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലണം. പിശാചി പിഴപ്പിച്ച ഹൃദയം, ആ ഹൃദയത്തെ നന്നാക്കണം. നന്നാക്കിയിട്ട് മരണ സമയത്ത് നിന്റെ അവസാന വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിനക്കാക്കാൻ സാധിക്കണം. നിശാലമർദ്ദ മുഅ്മിൻ ബാഹുവോയം, നിശാലമർദ്ദ മുഅ്മിൻ ബാഹുവോയം, സൂവാൻ മലമത്തബസ്സും പറിയബാസ്. ഒരു യഥാർത്ഥമായ മുസ്ലിമിന്റെ അടയാളം എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു കേട്ടയോ? അവൻ മരണസമയത്ത് പുഞ്ചിരി തൂകുന്നവനാണ്. അതാണ് റിയലായ മുസ്ലിമിന്റെ അടയാളം. സിംബേ, അങ്ങനെ മരിക്കാൻ നിനക്ക് സാധിക്കണം. മരണസമയത്ത് പുഞ്ചിരി തൂകി മരിക്കാൻ. ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ നിന്ന് ഉച്ചരിച്ചുകൊണ്ട് എന്റെ ഉസ്താദ് കടന്നു പോയ വഴിയെ, നമ്മുടെ ഗുരുവര്യൻ കടന്നു പോയ വഴിയെ, നമ്മുടെ മഹാരഥന്മാരായ വിജ്ഞാനത്തിന്റെ ഉദാത്ത മേഖലകളിൽ വിരാജിക്കുന്ന സൂഫി ചക്രവാളങ്ങളിലെ ജ്യോതി നക്ഷത്രങ്ങളായ പണ്ഡിതർ കടന്നു പോയ വഴിയെ നമുക്കും ഒരു സീറ്റ് ഉറപ്പിക്കേണ്ടതുണ്ട്. എന്താണ് ഇനി പറയേണ്ട ആകത്തുക? വളരെ പെട്ടെന്ന് മനസ്സിലായിട്ടൊന്നും പറയാൻ പാടില്ല. മനുഷ്യന്റെ ഈ ദുനിയാവിലെ അവസ്ഥയാണ് പറയുന്നത്. ഇത് മാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. എന്തിനാണ് മനുഷ്യൻ നിങ്ങൾക്ക് മരണത്തെ സൃഷ്ടിച്ചു തന്നത്, ജീവിതത്തെ സൃഷ്ടിച്ചു തന്നത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതൊരു പരീക്ഷണ സ്ഥലമാണ്. 950 വർഷം മനുഷ്യരെ ഇസ്ലാമിന്റെ ബോധയിലേക്ക് ക്ഷണിച്ചാൽ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം 1000 വർഷം കഴിഞ്ഞിട്ടാണ്, 950 വർഷങ്ങളാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രൊപ്പഗേഷൻ ടൈം. 1000 കൊല്ലം കഴിഞ്ഞിട്ട്, ഒരു സഹസ്രാബ്ദം കഴിഞ്ഞിട്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം വഫാത്താവുന്നത്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ഒരു 1000 കാലം 1000 വർഷം ദുനിയാവിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടി, എന്ത് തോന്നുന്നു? What is your concept? What is your thoughts about this world? എന്ന് ചോദിക്കുമ്പോ നൂഹ് നബി പറഞ്ഞ ഒരു ഉത്തരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നൂഹ് നബി പറഞ്ഞ്,
950 കൊല്ലം ദുനിയാവിലെ ജീവിച്ചു. പക്ഷേ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് 2 കവാടമുള്ള ഒരു വീട് പോലെയാ. അതിന്റെ ഒരു കവാടത്തിലൂടെ പ്രവേശിച്ച് മറുകവാടത്തിലൂടെ പുറത്തിറങ്ങിയാൽ എത്ര നേരമാണ് ആ 2 കവാടങ്ങൾക്കിടയിൽ അവൻ നിന്നിട്ടുണ്ടാവുക, സഞ്ചരിച്ചിട്ടുണ്ടാവുക? അത്ര സമയമേ ദുനിയാവുള്ളൂ എന്ന് 950 വർഷക്കാലം മാനവ സഞ്ചയത്തെ തൗഹീദിന്റെ സത്യസാക്ഷ്യത്തിന്റെ പാതയിലേക്ക്, ഇസ്ലാമിന്റെ സൽസംഭാവിലേക്ക്, വിജ്ഞാനത്തിന്റെ ഉദാത്ത മേഖലയിലേക്ക് മനുഷ്യനെ ക്ഷണിച്ച നൂഹ് നബി അലൈഹിസ്സലാം 2 കവാടമുള്ള വീട്. അതിന്റെ ഒരു കവാടത്തിലൂടെ പ്രവേശിച്ച് മറു കവാടത്തിലൂടെ ഇറങ്ങി അതിനിടയിൽ നിൽക്കുന്നൊന്നുമില്ല. എത്ര ടൈമാണ് ഇവൻ ആ 2 കവാടത്തിലൂടെ നിന്ന് പാസ് ചെയ്യാനുള്ള സമയം കിട്ടിയത്? അത്ര ദുനിയാവുള്ളൂ എന്ന് സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. ഇവിടെ നിന്ന് നമ്മൾ മാറണം. നഫ്സുൽ അമ്മാറ എന്ന മനുഷ്യന്റെ അവസ്ഥയിൽ നിന്ന് മാറണം. മനുഷ്യന്റെ നഫ്സിനെ 5 തരംതിരിച്ചു അല്ലേ? നഫ്സുൽ അമ്മാറ, നഫ്സുൽ ലവ്വാമ, നഫ്സുൽ മുത്മഇന്ന, നഫ്സുൽ റാദിയ, നഫ്സുൽ മർദിയ. അതിൽ ഒന്നാമത്തേത് നഫ്സുൽ ലവ്വാമ, അഥവാ ഈ അവസ്ഥയിലാണ്, മനുഷ്യന്റെ ഈ മാനസികാവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ പൈശാചിക തരംഗങ്ങളുള്ളവരിൽ നിന്നുണ്ടാകുന്നത്. അതിൽ നിന്ന് മനുഷ്യൻ മാറണം. മാറാനുള്ള ഉപാധിയോ ചിത്തൗഷധമോ മല്ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ. മല്ലസിമൽ ഇസ്തിഗ്ഫാർ, ആരാണ് ഇസ്തിഗ്ഫാറിന് നിർബന്ധമാക്കുന്നതെങ്കിൽ, ആരാണ് പാപമോചനം നിർബന്ധമാക്കുന്നതെങ്കിൽ, ആരാണ് അല്ലാഹുവോട് പാപമോചനം തേടുന്നതെങ്കിൽ, നിത്യമാക്കുന്നതെങ്കിൽ, എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷാസ്ഥാനം കാണിച്ചു കൊടുക്കും, അവരെ ദേഹം കാണിച്ചു കൊടുക്കും. എല്ലാവിധ ടെൻഷനിൽ നിന്നും, എല്ലാവിധ ആധിയിൽ നിന്നും, എല്ലാവിധ വ്യാധിയിൽ നിന്നും അല്ലാഹുവിന് ആശ്വാസം നൽകുന്നതാണ്. മനുഷ്യനെന്നാണ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ രോഗം ക്യാൻസറല്ല, പ്രഷറല്ല, പ്രമേഹമല്ല, കൊളസ്ട്രോളല്ല. അവൻ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ രോഗം അവന്റെ ടെൻഷനാണ്. ടെൻഷൻ എന്ന മനുഷ്യന്മാരില്ലല്ലോ. അല്ലാഹു ഇവിടെ ഒരുമിച്ച് ചേർന്ന എല്ലാവരുടെയും മാനസിക പ്രയാസങ്ങളെ നീക്കിത്തരട്ടെ. നല്ലൊരു സ്ഥലത്ത നിങ്ങൾക്ക് വേണ്ടേ അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ. അല്ലാഹു നമ്മുടെ വിഷമങ്ങൾക്ക് അവധി തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ഹദീസിന്റെ ബാക്കി എന്നോണം പറയുകയാ, വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവനെ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു അവന് റിസ്ക് നൽകുന്നതാണ്. എന്താ ഇവിടെ പറഞ്ഞത്? ഒരാൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ, അല്ലാഹുവോട് പാപമോചനം നടത്തിയാൽ 3 നേട്ടമാണ് അവനുള്ളത്. ഒന്നാമത്തേത്, അവന് എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു അവനൊരു രക്ഷാഗേഹം കാണിച്ചു കൊടുക്കും. നമ്പർ 1. നമ്പർ 2, വമിൻ കുല്ലി ഹമ്മിൻ ഫറജ. അവന്റെ ടെൻഷനിൽ നിന്നും അല്ലാഹു ആശ്വാസം കൊടുക്കും. നമ്പർ 3, വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവന് വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു അവന് ഭക്ഷണം നൽകുന്നതാണ്. അതുപോലെ മനുഷ്യനെ ടെൻഷൻ തീർന്നാൽ തന്നെ മനുഷ്യന്റെ രോഗം തീർന്നു. ഇന്ന് മനുഷ്യ മനസ്സിനെ പരിശോധിക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങളുടെ എണ്ണമാണ് കൂടി വരുന്നത്. എല്ലാത്തിനും ടെൻഷൻ, എല്ലാത്തിനും ഡൗട്ട്, അല്ലെ? എല്ലാത്തിനും സംശയം. മനുഷ്യൻ ഏറ്റവും വലിയൊരു സംശയരോഗിയായി മാറി. ഊഹത്തിന്റെ പേരിലാണ് രാജ്യങ്ങൾ തമ്മിൽ വലിയ വലിയ ആയുധ കച്ചവട താൽപര്യങ്ങളുടെ ഏർപ്പാടുകൾ നടത്തുന്നത്. ആ രാജ്യം എന്ന ഭാവിയിൽ ആക്രമിക്കുമോ എന്ന ആശങ്കയിൽ നിന്നാണ് ഇത് നിലകൊള്ളുന്നത്. ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ്. അക്രമമാണ് ഏറ്റവും വലിയ പ്രതിരോധ മാർഗം. ഇതെങ്ങനെ ഒരു മുസൽമാൻ ഉൾക്കൊള്ളാൻ കഴിയോ? അല്ലല്ലോ. സമാധാനമാണ് ഏറ്റവും വലിയ പ്രതിരോധ മാർഗം.
സമാധാനമാണ് ഏറ്റവും വലിയ പ്രതിരോധ മാർഗം. സമാധാനമുള്ള മനസ്സിന് വേണ്ടി പ്രസ്താവിക്കുന്ന ഒരു മനസ്സിനെ സൃഷ്ടിക്കാൻ നാം തയ്യാറാവണം. സദഖ എന്ന് പറയുന്ന ഒരു സഹോദരൻ, ആ സഹോദരന്റെ പിതാവായ സുലൈമാൻ എന്ന പേരുള്ള വ്യക്തി മരണപ്പെട്ടുപോയി ഈ ദുനിയാവിൽ നിന്ന്. പക്ഷേ സദഖയ്ക്കൊരു സ്വഭാവമുണ്ട്. എന്താണ് സദഖയുടെ സ്വഭാവം എന്നറിയുമോ? നന്മ ചെയ്യാത്ത സദഖയാണ്. വാപ്പ മരണപ്പെട്ടു, മകനാണെങ്കിലോ ഒരു നന്മയും ചെയ്യുകയില്ല. പക്ഷേ ഇടക്കാലത്ത് വെച്ച് സദഖയുടെ മനസ്സ് മാറി. സദഖ നല്ല കാര്യങ്ങൾ ചെയ്തു. ആ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ ഞാൻ പറഞ്ഞല്ലോ, നഫ്സുൽ അമ്മാറ എന്ന മനുഷ്യന്റെ മനസ്സ് സദഖ പിന്നെയും തിന്മയിലേക്ക് പോയി. സദഖ ആദ്യം നന്മ ചെയ്യാനില്ല, വീണ്ടും എന്ത് ചെയ്തു? പിന്നെ നന്മ ചെയ്യാൻ തുടങ്ങി. നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സദഖ എന്ന സഹോദരൻ ആ സ്വഭാവം നിർത്തി, പിന്നെയും തിന്മയിലേക്ക് പോയി. തിന്മയിലേക്ക് പോയപ്പോൾ ഒരു ദിവസം കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ സുലൈമാൻ എന്ന പേരുള്ള അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ ഉറക്കത്തിലെ സ്വപ്നത്തിലേക്ക് അതിഥിയായിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും മോനോട് പറയാം, മോനെ നീ തിന്മ ചെയ്യില്ല മോനെ, നന്മ നീ ഇതുവരെ ചെയ്തിരുന്നത് ഞങ്ങൾ കബറാളികൾ കാണുന്നുണ്ടായിരുന്നു. ഈ ദുനിയാവിലൊരു നന്മ ചെയ്യുമ്പോ ആ നന്മ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് വെച്ച് നീ തിന്മ ചെയ്തു പോയപ്പോൾ ഈ കബറാളികളെ മുഴുവനും എന്നെ പരിഹസിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ, ഈ കബറാളികളുടെ മധ്യത്തിൽ വെച്ച് ഈ പിതാവിനെ നീ മനസ്സിലാക്കുന്ന സദഖ, ഈ പിതാവിന്റെ സ്ഥാനത്ത് നീ താഴ്ത്തിട്ടുള്ള സദഖ, ഈ പിതാവിന്റെ മാനത്തിന് നീ വിലകൽപ്പിക്കുന്ന സദഖ എന്ന് പുത്രനോട് പറയുമ്പോൾ പുത്രൻ എഴുന്നേറ്റ് പോയി, ഞെട്ടിയുണർന്നു പോയി. അന്നു മുതൽ സദഖ എന്ന സഹോദരൻ നന്മ ചെയ്യാൻ തുടങ്ങി. നന്മ ചെയ്യുന്ന സദഖ, ആ സദഖയുടെ അയൽവാസിയായ ഖാലിദ് പറയുകയാണ്, അത്താഴ സമയത്ത് എഴുന്നേറ്റിരുന്നുകൊണ്ട് ഈ സദഖ എന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ് ആ പ്രാർത്ഥന എന്നറിയുമോ? പടച്ചവനേ, അക്രമികൾക്ക് നീ കാരുണ്യം കാണിക്കുന്നവനാ, തിന്മ ചെയ്തവന്റെ പാപം ഓർക്കുന്നവനാ. അതുകൊണ്ട് ഈ സദഖയ്ക്ക് നീ അനുഗ്രഹം ചെയ്യണമേ എന്ന സദഖയുടെ പ്രാർത്ഥന അയൽവാസിയായ ഖാലിദ് കേൾക്കാറുണ്ട്. സദഖ എന്ന ചെറുപ്പക്കാരനെ തിന്മ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു. പിന്നെ അദ്ദേഹം നന്മ ചെയ്യാൻ തുടങ്ങി കുറച്ചു കാലം. പിന്നെയും തിന്മയിലേക്ക് പോയി. അപ്പോൾ ഉപ്പ വന്ന് കിനാവിൽ പറയാ, മോനെ നീ തിന്മ ചെയ്യല്ലേ, നീ നന്മ ചെയ്തിരുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു കബറാളികൾക്ക്. പക്ഷെ നീ വീണ്ടും തിന്മയിലേക്ക് പോയപ്പോ അത് ഞങ്ങൾ കാണുന്നുണ്ട്. ഈ കബറാളികളുടെ മധ്യത്തിൽ വെച്ച് നീ എന്നെ വഷളാക്കല്ലേ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. يا جامع المال ترجو أن تفوز به كل ما أكلت وقدم للموازين ولا تكن كالذي قد قال إذ حضرت وفاته ثلثان للمساكين يا جامع المال ترجو أن تفوز به ജയിച്ചടക്കാൻ വേണ്ടി, കീഴടക്കാൻ വേണ്ടി സമ്പത്ത് വാരിക്കൊടുക്കുന്നവനെ കുൽമാക്കൈത്താൻ, നിനക്ക് വേണ്ടത് മുഴുവൻ നീ തിന്നോ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിന്റെ മീസാനിന് കടം കൂട്ടുന്ന കാര്യവും നീ സമ്പാദിക്കണേ. എന്തിനു വേണ്ടിയാണ് പണം എന്ന് ചോദിച്ചാൽ അത് മറ്റുള്ളവനെ കീഴടക്കാൻ വേണ്ടിയാണ്. അയൽവാസിയായ സുഹൃത്ത് ഇരുനില മാളിക വെച്ചാൽ എന്റെ ഇരുനില മാളികൾക്ക് മുകളിൽ പിന്നെയും ഒരു കിളിക്കൂട് വേണമെന്ന് ശാഠ്യം പിടിക്കുന്ന മർത്യപുത്രൻ അവനൊരു
മുന്തിയ വാഹനം വാങ്ങിയാൽ എനിക്കതിലേറെ മുന്തിയ വാഹനം വേണമെന്ന് പറയുന്ന മനുഷ്യൻ അവനെങ്ങനെ മത്സരിക്കാൻ വേണ്ടി, കീഴടക്കാൻ വേണ്ടി, അഭിസരിക്കാൻ വേണ്ടി സമ്പത്ത് വാരിക്കൂട്ടുകയാണ്. ഈ സമ്പത്ത് വാരിക്കൂട്ടിക്കോ, നിനക്ക് കഴിയുന്നത് മുഴുവനും ഭക്ഷിച്ചോ. പക്ഷേ നിന്റെ തുലാസ് കനം കൂട്ടുന്ന കാര്യവും ചെയ്യണേ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാകുമ്പോ ആ തുലാസ് കനം തൂങ്ങണോ, നന്മയുടെ ഭാഗം തൂങ്ങണോ, അതും കൂടെ സമ്പാദിക്കണേ. കറൻസിയുടെ യജ്ഞബലത്തിന്റെ പിന്നാലെ ജീവിക്കുമ്പോ മനുഷ്യനെ എല്ലാ അധർമ്മങ്ങളും ചെയ്തു പോകുന്നു. എല്ലാ അധർമ്മങ്ങളും മകളുടെ കല്യാണം ഗംഭീരമാക്കാൻ വണ്ടിയുടെ ആർസി പണയം വെക്കുന്നു, വീട് ഗംഭീരമാക്കാൻ സ്ഥലത്തിന്റെ ആധാരം പണയം വെക്കുന്നു. അങ്ങനെ ഓരോന്ന് പണയം വെച്ച് നീ ആരുടെ ആളായി മാറുന്ന അവസാനം പിശാചിന്റെ അനുയായിയായി മാറുകയാ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാ, മനുഷ്യ അതിജയിക്കാൻ വേണ്ടിയിട്ട്, ജയിക്കാൻ വേണ്ടിയിട്ട് സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടിക്കോ. നിനക്ക് കഴിയുന്നത് മുഴുവനും നീ തിന്നുകയും ചെയ്തോ. പക്ഷെ നിന്റെ മീസാനിത്തനം കൂട്ടുന്ന കാര്യം മറന്നു പോകല്ലേ, അതും കൂടി ശ്രദ്ധിക്കണം. പണം ഒരുപാടുണ്ടാകുമ്പോ പിന്നെ ധർമ്മമില്ല, പിന്നെ ദാനമില്ല, പിന്നെ തിരിഞ്ഞു നോക്കലില്ല. എങ്ങനെയൊക്കെ പണത്തിന്റെ മാർഗങ്ങളെ വളച്ചൊടിക്കാൻ പറ്റുമോ അത് മുഴുവനും ചെയ്തു തീർക്കുന്ന മനുഷ്യ, ഈ ഉടുപ്പിനെ പോലെ ആവല്ലേ, ഈ ഉടുപ്പിനെ പോലെ ആവല്ലേ. അവനവന്റെ സൗഭാഗ്യന്റെ സന്ദർഭത്തിൽ പറയും, എന്റെ സമ്പത്തിന്റെ മൂന്നിലൊന്ന് കൊണ്ടുപോയി സ്വതക കൊടുക്കണേ, യതീംഖാനക്ക് കൊടുക്കണേ, ഇന്ന സ്ഥാപനത്തിന് കൊടുക്കണേ, പള്ളിക്ക് കൊടുക്കണേ, മദ്രസക്ക് കൊടുക്കണേ. സംഭാവനയുടെ നീണ്ട പട്ടിക നിരത്തും എപ്പോഴാണെന്നറിയുമോ അസ്രായേലിനെ എന്നെ പിടിക്കുമെന്ന ഓർമ്മ അവന് വേട്ടയാടുന്നതിന് ശക്തി തീവ്രമാകുമ്പോ ഒരു മനുഷ്യന് മരിക്കുന്ന സമയത്ത് സ്വന്തം സ്വത്ത് ദാനം ചെയ്യുകയാണെങ്കിൽ ഫിഖഹിന്റെ മസ്അല പ്രകാരം സുൽസേ പറ്റുള്ളൂ. അവന്റെ ധനത്തിന്റെ 3 പറ്റുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ, അവന്റെ അവസാന ഘട്ടത്തിൽ ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. യുവത്വത്തിന്റെ ഒരു കാലം നിനക്കുണ്ടായിരുന്നു. അന്ന് നീ സ്വതക കൊടുത്തില്ല, ദാനം കൊടുത്തില്ല, ധർമ്മം കൊടുത്തില്ല, വന്ന യാചകനെ ആട്ടി ഓടിച്ചു, അതെല്ലാം ചെയ്തു. എന്നിട്ടോ അവസാനം വെച്ചിട്ട് മരിക്കുമെന്ന് ഉറപ്പാവുമ്പോ അങ്ങനെയല്ല നമ്മൾ അള്ളാഹനെ വിളിച്ചപ്പോഴാണ് ഏറ്റവും ഫൈനൽ ടൈം, അവസാന സമയം. ഒരസുഖം വന്നാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടുന്ന് മാറുന്നതിനടുത്ത് അടുത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടുന്ന് മാറുന്നില്ലെങ്കിൽ നമ്മൾ വലിയ വലിയ ഹോസ്പിറ്റൽ തേടിപ്പോയി. എന്റെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് അതിനനുസരിച്ചിരിക്കും അവന്റെ ഹോസ്പിറ്റലുകൾ തമ്മിലുള്ള സഞ്ചാരം. അവസാനം ഡോക്ടറെ വിധി എഴുതുകയാണ്, രക്ഷയില്ല മക്കളെ, നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുമ്പോ അവനെ കണ്ണു തുറക്കും. അപ്പൊ പറയണ്ട, എന്റെ സമ്പത്ത് ഇങ്ങനെ കൊടുക്കണേ, അങ്ങനെ കൊടുക്കണേ, ഇങ്ങനെ കൊടുക്കണേ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ നിനക്ക് എത്താതിരിക്കട്ടെ. അത് എത്തുന്നതിന് നീ സൂക്ഷിക്കണമെന്ന് ഇമാമുൽ ശാഫിഈ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. എവിടെയാണ് മനുഷ്യൻ നിലകൊള്ളുന്നത്? അവന്റെ ജീവിതത്തിന്റെ ഇന്നലകൾ മുഴുവനും അവനെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നന്മയിലധിഷ്ഠിതമായി ജീവിക്കണേ എന്നതാണ്. ആ ജീവിതമാണ് നമ്മൾ നന്നായി കാണേണ്ടത്. എന്റെ വാക്ക് അവസാനിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് കടന്നു വരുന്നുണ്ട്. ആകെ പറഞ്ഞത് ബഹുമാനപ്പെട്ട കബീർ ഉസ്താദ് വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാലം ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ വാക്ക് അവസാനിപ്പിക്കാം. എന്തേ പറഞ്ഞത്? മനുഷ്യന്റെ മനസ്സ് 5 വിധമാണ്. ആ 5 വിധത്തിൽ ഒന്നാമത്തേതാണ് നഫ്സുൽ അമ്മാറയാണ്. ആ നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ പൈശാചിക സ്വഭാവം കൂടുതലുണ്ടാവുന്ന സന്ദർഭമാണ് അല്ലേ? മനുഷ്യന്റെ പൈശാചിക സ്വഭാവം കൂടുതലുണ്ടാവുന്ന സന്ദർഭമാണ് നഫ്സുൽ അമ്മാറ. അതിൽ നിന്നവൻ സഞ്ചരിച്ച് നഫ്സുൽ മർദിയ്യ എന്ന അല്ലാഹുവിന്റെ തൃപ്തിവേണ്ടി അവനെ മാത്രം വലയം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവനെത്തണം, മനുഷ്യനെത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബ് പഠിപ്പിച്ചിരുന്ന 3 കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി അല്ലേ? എന്നാണ് ആ 3 കാര്യങ്ങൾ. ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവന്റെ വിഷമങ്ങൾ മാറും, അവന്റെ ടെൻഷൻ തീരും, അവന്റെ പ്രയാസങ്ങൾ അവസാനിക്കുമെന്ന് ഇമാം പ്രയാസങ്ങൾ അവസാനിക്കുമെന്ന് നബി കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ എന്റെ പ്രശ്നം അവസാനിക്കുന്ന പോലെ ഇന്നും സ്വലാത്ത് അവസാനിക്കുക ഉദ്ദേശിക്കുക. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ പ്രസംഗമാവും പറയാനുണ്ട്. നിങ്ങളൊക്കെ ഉസ്താദിന്റെ പ്രസംഗം ഉദ്ദേശിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു ഒരുപാട് കാലം ആയുസ്സാരോഗ്യം കൊടുക്കട്ടെ. ദീനിന് വേണ്ട ഖിദ്മത്ത് ചെയ്യാൻ ആയുരാരോഗ്യം പ്രദാനം കൊടുക്കട്ടെ ഉസ്താദിന്. ഒറ്റ കവിത കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരേ ഒരു കവിത. कोई गुफ्तगू है लब पे तेरा नाम आ गया है, तेरी मदह करते करते ये मकाम आ गया है. എന്തെങ്കിലും പറയാൻ ചുണ്ടനക്കിയാൽ എന്റെ ചുണ്ടിനോളം നബിയെ അങ്ങയുടെ പേരാണ് വരുന്നത്. ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. 2 കാര്യം മറക്കാതിരിക്കുക. ഒന്ന് നമ്മുടെ വിഷയം നഫ്സുൽ അമ്മാറ. മനുഷ്യൻ നിൽക്കുന്നത് പൈശാചിക തലത്തിലാണ്. അതിൽ നിന്ന് മാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് അസ്തഗ്ഫിറുല്ലാഹ് ദിക്ർ ഇത് നിങ്ങൾ ഇൻഷാഅല്ലാഹ് ഈ വിഷയത്തിന്റെ ബാക്കി ഞാൻ പറയാണ്ട് സന്ദർഭം കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പൂർത്തീകരിക്കാം. മറ്റൊന്ന് നിങ്ങൾ സ്വലാത്ത് പതിവാക്കണമെന്ന വസിയത്തോടുകൂടി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ദുആകളിൽ എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന വസിയത്തോടുകൂടി എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പരമാവധി സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. പുറത്തു നിൽക്കുന്ന എല്ലാവരും നമ്മുടെ പരിപാടി മഹത്തായ ഈ മജ്‌ലിസിലേക്ക് എത്തിച്ചേർന്ന് ഈ സദസ്സ് ധന്യമാക്കണം. ഈ പരിപാടി സമാപന പ്രാർത്ഥന ശൈഖുന ഏലംകുളം ബാപ്പുസ്താദ് അവറുകൾ നിർവഹിക്കുന്നതാണ് എന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് നടക്കുന്ന ഈ പരിപാടി കേരളത്തിനകത്തും പുറത്തും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ അതിലുപരി മലയാളികൾ ലോകത്തിന്റെ എവിടെയെല്ലാം ഉണ്ടോ അവിടെയുള്ള മുഴുവൻ മലയാളികളും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അടക്കം എല്ലായിടങ്ങളിലും ഇതിന്റെ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് പൂർണ്ണമായി ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി എല്ലാവരും പരമാവധി സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് സാന്ദർഭികമായി ഉണർത്തുന്നത്. ഒരു ആശംസ പ്രസംഗം നമ്മുടെ SKS സംസ്ഥാന ഉപാധ്യക്ഷൻ നവാസ് ബാബുവിന്റെ ആശംസ പ്രസംഗത്തിന്റെ അതിനോട് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ മഹത്തായ സംഗമത്തിന്റെ അധ്യക്ഷൻ സംസ്ഥാനത്തിനുള്ള നമ്മുടെ ജില്ലാ ഉപാധ്യക്ഷൻ ഉസ്മാൻ സഖാഫി, നമ്മുടെ ഈ പരിപാടിയിലെ മുഖ്യപ്രഭാഷകൻ, കേരളത്തിലുടനീളം വേദികളെ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഹാഫിൽ അഹമ്മദ് കബീർ ബാഖൂരി, നമ്മുടെ ഈ പരിപാടിയിൽ സംസ്ഥയുടെ പരിപാടികളിലൊക്കെ സജീവമായ സാന്നിധ്യമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അടുക്കളയുടെ
ആലപ്പുഴ സ്വദേശിയും അരൂർ MLA-യുമായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ആരിഫ്, വേദിയിലും സദസ്സിലും സ്നേഹിതരായിട്ടുള്ള നല്ലവരായ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ മഹത്തായ സംഗമത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കാനിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ആശംസകൾ നീട്ടുന്നില്ല. നമ്മുടെ ഈ പരിപാടി നടക്കുന്നത് ആലപ്പുഴയിൽ ദീർഘകാലമായി ദീനീ ദഅവത്തിൽ നിറഞ്ഞു നിന്ന പ്രിയപ്പെട്ട വലിയകുളം അബ്ദുൽ അസീസ് മുസ്ലിയാരുടെ നാമധേയത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഹിഫ്ളുൽ ഖുർആൻ കോളേജിന്റെ ഒരു വർഷം പൂർത്തീകരിക്കുന്ന പരിപാടിയിലാണ് ഞാൻ നിങ്ങൾ സംഗമിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 60 വർഷക്കാലമായി ആലപ്പുഴയിൽ ദീനീ ദഅവത്തിൽ, പ്രത്യേകിച്ച് വലിയകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് ദീനീ ദഅവത്തിൽ നിറഞ്ഞു നിന്ന മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട വലിയകുളം അബ്ദുൽ അസീസ് മുസ്ലിയാർ. എനിക്ക് വളരെ ഏറ്റവും വ്യക്തിപരമായി കൂടി അടുപ്പമുള്ള ഒരാളെന്ന നിലയിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ വലിയകുളത്ത് ഒരു പഠന ക്ലാസ് സംബന്ധിക്കുവാൻ വേണ്ടി വന്നപ്പോഴേക്ക്, എന്നെ ക്ഷണിച്ചപ്പോഴേക്കും ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, മീശ കൊടുത്തിട്ടില്ലാത്ത വളരെ പ്രായം കുറഞ്ഞ ഒരാളെന്ന നിലയിൽ വലിയകുളത്തും പള്ളിയിൽ നടക്കുന്ന ഒരു മതവിജ്ഞാന സദസ്സിൽ സംസാരിക്കുവാൻ വേണ്ടി ക്ഷണിച്ച അന്നു മുതൽ തുടങ്ങിയതാണ് അസീസ്ബാവുമായിട്ടുള്ള വലിയൊരു ബന്ധം. ആ ബന്ധം മരണം വരെയും പുലർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് ആളുകൾ ദുനിയവിയായ രീതിയിൽ ഉയർന്നു പോയപ്പോഴും ഉസ്താദിന്റെ കയ്യിൽ സംവാദമായി ഉണ്ടായിരുന്നത് കുറെ വൈജ്ഞാനിക മേഖലയിലെ കിതാബുകളും ആത്മീയമായ ബന്ധങ്ങളുമായിരുന്നു. ഒരു പക്ഷേ ദുനിയാവുണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വലിയകുളം അസീസ് ഉസ്താദ് പരലോകത്തേക്കുള്ള സമ്പാദ്യങ്ങളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമുക്കറിയാം, ഹിഫ്ളുൽ ഖുർആൻ കോളേജ് എന്ന മഹിതമായ സന്ദേശം ഇവിടെ വെക്കുന്നത് തന്നെ ഓതിയാൽ കൂലി കിട്ടുന്ന, കണ്ടാൽ കൂലി കിട്ടുന്ന, ഇനി അതിന്റെ അർത്ഥമൊന്നും മനസ്സിലാക്കാതെ അത് നോക്കിയിരുന്നാൽ പോലും കൂലി കിട്ടുന്ന ഒരു വലിയ സ്ഥാപനമാണ് അസീസ്ഥാൻ നേതൃത്വത്തിൽ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അസീസ് ഉസ്താദ് ഒരു പക്ഷേ ദുനിയാവിന്റെ പിന്നാലെ പോകാതെ ആത്മീയതയുടെ പിന്നാലെ പോയതിന്റെ കാരണം നമുക്കറിയാം. പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ 65-ാമത്തെ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, നമുക്ക് കാണാൻ കഴിയും, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്യുഹും വതസ്തദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ എന്ന്. ഞാൻ ഈ ആയത്തിന് അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ആശംസകൾ ഉപസംഹരിക്കുകയാണ്. നമുക്കറിയാം, ആരുടെയും സഹായമില്ലാതെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് അങ്ങോട്ട് അസ്തമിച്ചു പോയാൽ നമ്മളുടെ പേര് മയ്യത്തെന്നാകുന്നു. അത് കഴിഞ്ഞ് നമ്മളെ മഹ്ശറ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ മത്സ്യം വരെ കളവുകൾ ധാരാളം പറഞ്ഞ് അയാളത് 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വാതുറക്കുന്നു. ഒന്ന് കളവ് പറയാനും മറ്റൊന്ന് ഭക്ഷണം കഴിക്കുവാനും വേണ്ടി എന്ന് പറയുമ്പോൾ ആ കളവ് പറഞ്ഞ് സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് ദുനിയാവ് നഷ്ടപ്പെട്ട് പരലോകത്തിൽ ദുനിയാവും പരലോകവും ഒരുപോലെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ സൂറത്ത് യാസീനിൽ അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നിങ്ങളുടെ വായകളെ സീലുവെക്കപ്പെടുന്നതായ ദിവസം വരാനിരിക്കുന്നു. അന്ന് അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായകളെ സീലുവെക്കപ്പെട്ടാൽ വതുകല്ലിമുനാ അയ്ദീഹിം, ഭൂമിയിൽ നാവ് കൊണ്ടാണ് കളവ് പറഞ്ഞതെങ്കിൽ അവിടെ കൈകൾ കൊണ്ട് സംസാരിക്കും. വതസ്ഖതു അർജുലുഹും, നിങ്ങളുടെ കാലുകൾ സാക്ഷി നിൽക്കും. ബിമാ കാനൂ യക്സിബൂൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുമ്പോൾ ഒരുപക്ഷെ ഈ അർത്ഥം വല്ലാതെ സ്വാധീനം ചെലുത്തിയതുകൊണ്ടായിരിക്കാം അസീസ് ഉസ്താദ് ദുനിയാവിന്റെ പിന്നാലെ പോകാതെ പരലോകമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ വലിയ യാത്രയിൽ ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം 60ഓളം വർഷക്കാലം വലിയകുളം എന്ന് പറയുന്ന ഒരു വലിയ ജുമാഅത്ത് പള്ളിയിൽ ദീർഘകാലം ഖത്തീബായി സദർ മുഅല്ലിമായി സേവനമനുഷ്ഠിച്ച് വളരെ പുണ്യവയോധികനായി നിൽക്കുമ്പോൾ പോലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾക്ക് ആലപ്പുഴ ജില്ലയിൽ ചുക്കാൻ പിടിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ അസീസ് ഉസ്താദ് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കാം പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വിഭാഗത്തിലാക്കണമെന്ന് പുണ്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ സന്ദേശം ശിരസാവഹിച്ചുകൊണ്ട് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഹിഫ്ളുൽ ഖുർആൻ കോളേജ് വരും കാലങ്ങളിൽ വളരെ സജീവമായി മുന്നോട്ട് പോവുകയും ആലപ്പുഴയുടെ പ്രൗഢിക്ക്
ഏറ്റവും മനോഹരമായ ഒരു സ്ഥാപനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തെ വളർത്തുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട വലിയകുളം മജീദ് ഉസ്താദിന്റെ പരലോകം അല്ലാഹു പ്രകാശപൂരിതമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയ അഡ്വക്കേറ്റ് AM ആരിഫ് അമലിനെ ആദരപൂർവ്വം ആശംസ അർപ്പിക്കാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനായ അധ്യക്ഷൻ ഉസ്മാൻ സഖാഫി, ഉദ്ഘാടനത്തിനായി അല്പസമയത്തിനുള്ളിലൂടെ എത്തിച്ചേരുന്നവർ ഞാൻ ആശിക്കുന്ന പോസ്റ്റാണ്. ഇത് നമുക്ക് പ്രഭാഷണം നിർവഹിച്ച ബഹുമാനായ CK ഉമാസ്താരിനെ കാര്യത്തിലാണ്. മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന മറ്റ് വേദിയിലിരിക്കുന്ന പണ്ഡിത സൃഷ്ടിമാരായ ഉസ്താദന്മാരെ, സമസ്ത കേരള ജനീയതയുടെ മറ്റ് ഭാരവാഹികളെ, ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയുടെ എല്ലാം മുഖ്യ ചുമതലക്കാരനായ ചെയർമാൻ ജനാബ് സിയാദ് വലിയുള്ളൻ, കൺവീനർ ജനറൽ സെക്രട്ടറി PJ അഷ്റഫ് ലബാദ എന്നീ തുടങ്ങിയിട്ടുള്ള ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ദൂര യാത്ര കഴിഞ്ഞ് ഇന്ത്യക്ക് വഴിയിൽ നിന്ന് വരുന്ന വഴിയാണ് 5 ദിവസം UAE പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് അതിനെ വിളിച്ച് വീട്ടിലോട്ട് പോലും പോകാതെ കയറിയതാണ്. ഞാൻ വിചാരിച്ച പരിപാടി കഴിഞ്ഞ് കാണും എന്ന് കഴിയുന്നു. പരിപാടി നടക്കും, പക്ഷെ ഞങ്ങളുടെ ഭാഗം ഈ കാരണം ഇന്നത്തെ ഈ പരിപാടിയുടെ മറ്റൊരു സംഗമത്തിലെ പരിപാടി കഴിഞ്ഞ് കാണും എന്നാണ് കഴിയുന്നത്. എന്തായാലും കഴിയുന്നതിനകം എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമാണ്. അസീസ് ഉസ്താദ് എന്റെ വാപ്പയുടെ ഉസ്താദാണ്, എന്റെ വാപ്പയെ ഓദിച്ച ഉസ്താദാണ്. ഉസ്താദ് ജീവിതകാലയളവ് അത്രയും ഇവിടെ പരാമർശിച്ചത് പോലെയും ഒത്തിരി പേർക്ക് ആത്മീയ വിളിച്ച പകർന്നു നൽകി അവരെ നന്മയുടെ വഴിത്താരയിലേക്ക്, ശരിയുടെ പാതയിലേക്ക് നയിക്കുന്നതിന് ഉസ്താദിന്റെ നിസ്വാർത്ഥമായ ജീവിതം എല്ലാം അല്ലാഹു സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ പരിശീലന പദ്ധതികൾ, പരിപാടികളുടെ എല്ലാം ആകത്തുകയാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ള ഈ ആത്മീയ വിദ്യാലയമായ ഹിഫ്ളുൽ ഉലമ പഠന പദ്ധതി. ഈ ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ ഇപ്പോൾ 40ഓളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ വിജ്ഞാന കേന്ദ്രമായി ഇതിനെ മാറ്റി എടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ലോകത്ത് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം മറന്നുകൊണ്ട് ജീവിക്കുന്ന എല്ലാ തലങ്ങളിലും പരലോകം എന്ന് പറയുന്ന ഒന്നില്ല എന്ന് കണക്കാക്കി അങ്ങേയറ്റം അപച്യുതികളിലേക്കും ഒലിച്യുതികളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ തിരിച്ചു പിടിച്ച് അതിന്റെ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുകയും മനുഷ്യത്വമുള്ളവരാക്കി മാറ്റുകയും നന്മയുടെ വഴിത്താരിലേക്ക് കൊണ്ടുവരുന്നതിനുമെല്ലാം ഈ ആത്മീയ വിജ്ഞാന ബോധനത്തിന്റെ ആവശ്യകത ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അസീസ് ഉസ്താദിന്റെ നാമധേയത്തിൽ ഈ കോളേജ് മതവിജ്ഞാന കോളേജ് നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു പോകുന്നു. ഉസ്താദിന്റെ മകനുമായി സംസാരിച്ചപ്പോൾ സ്ഥലം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, കെട്ടിടം വെക്കേണ്ടതായിട്ടുണ്ട്, ഇങ്ങനെ പല ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ അതിവിപുലമായ ശിഷ്യസമ്പത്തുള്ള ഉസ്താദിനെ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് സ്നേഹിച്ചിട്ടുള്ള എല്ലാ ആളുകളും തീർച്ചയായും അതിനോട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവരും കൂടി മനസ്സ് വെച്ചാൽ നമുക്ക് നല്ലൊരു കോളേജ് ഇവിടെ പ്രവർത്തനം നല്ല നിലയിൽ അതിന്റെ എല്ലാ പ്രവൃത്തിയോടും കൂടി അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും. നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികളെ
അവരെ കുറ്റം പറയാനാവാത്ത നിലയിലേക്ക് അവരുടെ മനസ്സിനെ ദുർബലമായ മനസ്സുകളിലേക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരുപാട് സംഭവ വികാസങ്ങളാണ് നാം അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും വികാസവും മനുഷ്യന് ഉപയുക്തമായ നിലയിൽ ഉപയോഗിക്കാവുന്നതിനപ്പുറമായി മനുഷ്യന് എത്ര കണ്ട് തിന്മകളിലേക്ക് അവനെ നിർബന്ധപൂർവ്വം വലിച്ചിടയ്ക്കാൻ സാധ്യതയുള്ള ലോകത്തിലേക്കാണ് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്രാപ്യമായതൊന്നുമില്ല. നമ്മുടെ കൈകളിലിരിക്കുന്ന ഒരു ചെറിയ മൊബൈൽ ഫോണിൽ ലോകം മുഴുവൻ തന്നെ കൈക്കൊമ്പിളിൽ കൊണ്ടുവരാനും ലോകത്തെ ശ്ലീലവും അശ്ലീലവും ആയ എല്ലാ കാര്യങ്ങളും ഈ ചെറിയ ഈ ഉപകരണത്തിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ അവരുടെ തെറ്റായ ചിന്തകൾ അവരെ ഏത് നിലയിലേക്കും അവരെ അപകടത്തിന്റെ കുഴിയിലേക്ക് അവരെ നയിക്കാനിടയും. അതുകൊണ്ട് തന്നെ ഒരു ആത്മീയ ബോധനത്തിന് തയ്യാറാക്കിയെടുക്കണമെങ്കിൽ ആത്മീയമായ അറിവുകൾ അവർക്ക് പകർന്നു നൽകണമെങ്കിൽ അതിന് കഴിയത്തക്ക നിലയിലുള്ള ആധുനിക സൗകര്യങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ പഠിപ്പിക്കാൻ കഴിയുന്ന നല്ല മൂല്യങ്ങളിൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിലേക്ക് ആളുകളെ പരിശീലിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു മതവിജ്ഞാന കോളേജാണ് ഉസ്താദിന്റെ പേരിൽ ആരംഭിക്കുന്നത്. ഉസ്താദിന്റെ ശിഷ്യഗണങ്ങൾക്കും ഉസ്താദിനെ സ്നേഹിക്കുന്നവർക്കുമെല്ലാം ഉസ്താദിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കടമയാണ്, ഒരു കർത്തവ്യമാണ് ഈ വലിയ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഈ മതവിജ്ഞാന സദസ്സും അതുപോലെ സമ്മേളനവും എല്ലാം ഉപകരിക്കുമാറാകട്ടെ. അള്ളാഹു അതിൽ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി നാണയവിലും പ്രതീക്ഷിച്ചിരിക്കുന്ന മുഖ്യപ്രഭാഷണം നൽകുന്ന ഹാഫിസ് അഹമ്മദ് കബീർ ഉസ്താദിനെ ആദരവുകളും ക്ഷണിക്കുന്നു.